ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. KCB സബ് എഞ്ചിനീയറുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാം, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോക്കാം എന്തൊക്കെയാണ് KCB സബ് എഞ്ചിനീയറുടെ ഡ്യൂട്ടീസ് എന്ന്. ഒന്നാമതായിട്ട് പറയുന്നു വൈദ്യുതി വിതരണ ശൃംഖലയുടെ പ്രവർത്തനവും പരിപാലനവും. കണ്ടോ, വൈദ്യുതി വിതരണ ശൃംഖലയുടെ പ്രവർത്തനവും പരിപാലനവും നോക്കി. 11 kV LT ലൈനുകളുടെ പ്രവർത്തനവും പരിപാലനവും അതിൻ്റെ മേൽനോട്ടവും വഹിക്കുക എന്നുള്ളതാണ് സബ് എഞ്ചിനീയറുടെ ഒരു ഉത്തരവാദിത്തങ്ങളിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വിതരണ ട്രാൻസ്ഫോമറുകൾ, പോസ്റ്റുകൾ, കണ്ടക്ടറുകൾ, കേബിളുകൾ, സ്വിച്ചുകൾ തുടങ്ങിയവയുടെ പരിപാലനം ഉറപ്പാക്കുക. ഫീൽഡ് ജീവനക്കാരുടെ മേൽനോട്ടമാണ് അടുത്തത്. ഫീൽഡ് ജീവനക്കാരുടെ മേൽനോട്ടമാണ് രണ്ടാമത്തെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, ലൈൻമാൻ, ഓവർസിയർ, ഇലക്ട്രിസിറ്റി വർക്കർ തുടങ്ങിയ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. കണ്ടോ, അപ്പൊ കൃത്യമായിട്ട് അവിടെ അല്ലെ എന്താണ് KCBയിലുള്ള ആ വർക്കേഴ്സിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് സബ് എഞ്ചിനീയറിന്റെ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അവരെ ഓരോ ജോലിക്കായിട്ട് എന്താണ് അവരെ പ്രാപ്തരാക്കുക, അതുപോലെ തന്നെ അവരെ ഓരോ ജോലിക്കായിട്ട് കൃത്യസമയത്ത് തന്നെ അയക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആരാണ്? സബ് എഞ്ചിനീയർ ആണ്. അതുപോലെ തന്നെ ജോലികൾ കൃത്യമായി നിർവഹിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം. ഈ വർക്കേഴ്സിനെ ആണെങ്കിലും ലൈൻമാനെ ആണെങ്കിലും ഓവർസിയറിനെ ആണെങ്കിലും എല്ലാം ജോലിക്കായിട്ട് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുകൂടി സബ് എഞ്ചിനീയർ എന്ത് ചെയ്യേണ്ടതാണ്? അത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു ഡ്യൂട്ടിയാണ് എന്താണ്, തകരാറുകൾ കണ്ടെത്തലും വൈദ്യുതി പുനഃസ്ഥാപനവും അല്ലെ. പലയിടത്തും ട്രാൻസ്ഫോമറൊക്കെ എന്ത് ചെയ്യാം, അടിച്ചു പോവുകയൊക്കെ ചെയ്യാം അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ആ തകരാറുകൾ ഐഡന്റിഫൈ ചെയ്യുകയും ആ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത് സബ് എഞ്ചിനീയറുടെ മറ്റൊരു ഡ്യൂട്ടിയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നോക്കി, ട്രാൻസ്ഫോമറുകളിലും ഫീഡറുകളിലും വിതരണ ലൈനുകളിലും ഉണ്ടാകുന്ന തകരാറുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഏത് ട്രാൻസ്ഫോമർ ആണ്, ഏത് ലൈൻ ആണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് കണ്ടെത്തുക. അടിയന്തര അറ്റകുറ്റപ്പണികൾ ഏകോപിപ്പിച്ച് വൈദ്യുതി വിതരണം വേഗത്തിൽ പുനഃസ്ഥാപിക്കണം അല്ലേ. കൃത്യമായിട്ട് അറിയാമല്ലോ, കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴേ കോള് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആരുടെ ഉത്തരവാദിത്വമാണ്? സബ് എഞ്ചിനീയറുടെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യേണ്ടത്, ഈ വർക്കുകളെല്ലാം ഏകോപിപ്പിച്ച് പെട്ടെന്ന് തന്നെ വൈദ്യുതി എന്ത് ചെയ്യേണ്ടത്, വൈദ്യുതി വിതരണം വേഗത്തിൽ പുനഃസ്ഥാപിക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു ഡ്യൂട്ടിയാണ് ഉപഭോക്തൃ സേവനം. എന്താണ് ഉപഭോക്തൃ സേവനം? നോക്കി, പുതിയ വൈദ്യുതി കണക്ഷനുകൾ, അധിക ലോഡ് അനുവദിക്കൽ, അതുപോലെ തന്നെ മീറ്റർ സംബന്ധമായ ജോലികൾ എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കുക. കണ്ടോ, കൃത്യമായിട്ട് പുതിയ വൈദ്യുതി കണക്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ അധിക ലോഡ് അനുവദിച്ചു കൊടുക്കുക, മീറ്റർ സംബന്ധമായ ജോലികൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്, ആരുടെ ഡ്യൂട്ടിയാണ്? സബ് എഞ്ചിനീയറുടെ ഡ്യൂട്ടിയാണ് അല്ലേ. ഉപഭോക്താക്കളുടെ വൈദ്യുതി തടസ്സം, അതുപോലെ തന്നെ വോൾട്ടേജ് പ്രശ്നം തുടങ്ങിയ പരാതികൾ പരിഹരിക്കുന്നതിലും എന്ത് ചെയ്യണം, സബ് എഞ്ചിനീയറിന്റെ സഹായം ഉണ്ടാവണം അല്ലേ. ഇതൊക്കെ കൃത്യമായിട്ട് ബാക്കിയുള്ളവർ അത് കൃത്യമായിട്ട് ചെയ്യും. എങ്കിലും ഇൻ കേസ് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ സബ് എഞ്ചിനീയർ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് മേൽനോട്ടം വഹിക്കുകയും വർക്കേഴ്സിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും വേണം. ഓക്കെ ആണല്ലോ. അടുത്ത ഒരു ഡ്യൂട്ടിയാണ് സുരക്ഷ ഉറപ്പാക്കൽ. എന്താണ് സുരക്ഷ ഉറപ്പാക്കൽ? നോക്കി, വൈദ്യുത ഉപകരണങ്ങളുടെ ലൈനുകളുടെയും സുരക്ഷാ പരിശോധന നടത്തുക. കണ്ടോ, കൃത്യമായിട്ട് വൈദ്യുത ഉപകരണങ്ങളുടെയും അതുപോലെ തന്നെ ലൈനുകളുടെയും എല്ലാം സുരക്ഷ പരിശോധന നടത്തണം. അതുപോലെ തന്നെ എർത്തിങ്, ഇൻസുലേഷൻ, സുരക്ഷാ ക്ലിയറൻസ് എന്നിവ ഉറപ്പാക്കുക. കൃത്യമായിട്ട് കണ്ടോ, എർത്തിങ്ങും അതുപോലെ തന്നെ ഇൻസുലേഷനും സുരക്ഷാ ക്ലിയറൻസും എല്ലാം എന്ത് ചെയ്യണം, സബ് എഞ്ചിനീയർ കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. വൈദ്യുതി സുരക്ഷാ നിയമങ്ങളും KCBL സുരക്ഷാ നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കണ്ടോ, അപ്പൊ കൃത്യമായിട്ട് അത് മാത്രമല്ല എന്താണ്, വൈദ്യുതി സുരക്ഷാ നിയമങ്ങളും അതുപോലെ തന്നെ KCBL സുരക്ഷാ നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് സബ് എഞ്ചിനീയർ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ ആണേ. അടുത്തൊരു ഡ്യൂട്ടിയാണ്
നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം. കണ്ടോ, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടമാണ് അല്ലേ. ബാക്കി വർക്കേഴ്സ് അത് കാര്യങ്ങളെല്ലാം ചെയ്തോളും. പുതിയ ലൈനുകൾ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ, ലൈൻ എക്സ്റ്റൻഷൻ, സർവീസ് കണക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക. കൃത്യമായിട്ട് ആ വർക്ക് നടക്കുന്നുണ്ടോ അല്ലേ, A to Z കാര്യങ്ങളെല്ലാം കറക്റ്റായ രീതിയിൽ തന്നെയാണോ പോകുന്നത് എന്നെല്ലാം സബ് എഞ്ചിനീയർ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തിയിരിക്കണം അല്ലേ. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ KSEBിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ എന്ന് സബ് എഞ്ചിനീയർ എന്ത് ചെയ്യുകയും വേണം, പരിശോധിക്കുകയും വേണം. എന്തെങ്കിലും അതിൻ്റെ അകത്ത് ക്രമക്കേടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം സബ് എഞ്ചിനീയർ കൃത്യമായിട്ട് അത് ഇൻസ്പെക്ട് ചെയ്ത് വേണം മുന്നോട്ട് പോകാനുള്ളത്. അടുത്താണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ. എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ? നോക്കി, പുതിയ പ്രവൃത്തികൾക്കുള്ള എസ്റ്റിമേറ്റുകളും അതുപോലെ തന്നെ മെറ്റീരിയൽ ആവശ്യകതകളും തയ്യാറാക്കുക. എന്തൊക്കെ വേണം, മനസ്സിലല്ലേ. അടുത്ത വർക്ക് എവിടെയാണ്, അതിനനുസരിച്ചുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? സബ് എഞ്ചിനീയറുടെ ഉത്തരവാദിത്തമാണ്. ജോലികളുടെ അളവ് പരിശോധിക്കുകയും പൂർത്തീകരണ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യേണ്ടത് ആര് തന്നെയാണ്? സബ് എഞ്ചിനീയറാണ്. മനസ്സിലല്ലേ. ഓരോ ജോലിയും അത് കൃത്യം എത്ര ദിവസം, എത്ര മണിക്കൂർ, എത്ര പേര് ചെയ്യണം, ഇതെല്ലാം മനസ്സിലാക്കുകയും അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതും ആരാണ്? സബ് എഞ്ചിനീയറാണ്. ഓക്കെ, അടുത്തൊരു ഡ്യൂട്ടിയാണ് മീറ്ററിംഗ് പരിശോധന. മീറ്ററിംഗ് പരിശോധന? മീറ്ററുകളുടെ സ്ഥാപനം, പരിശോധന, മാറ്റി സ്ഥാപിക്കൽ എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കുക എന്നുള്ളത് സബ് എഞ്ചിനീയറിൻ്റെ മറ്റൊരു ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഊർജ്ജ നഷ്ടം, എനർജി ലോസ് കുറയ്ക്കുന്നതിനുള്ള നടപടികളിൽ പങ്കെടുക്കുക എന്നുള്ളത് മറ്റൊരു റെസ്പോൺസിബിലിറ്റിയാണ് ആരുടെ? സബ് എഞ്ചിനീയറുടെ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് രേഖകൾ സൂക്ഷിക്കൽ. കൃത്യമായിട്ട് നോക്കി, ട്രാൻസ്ഫോമർ തകരാർ രജിസ്റ്റർ, ഔട്ടേജ് രജിസ്റ്റർ, മെയിൻ്റനൻസ് രജിസ്റ്റർ, ലോഗ് ബുക്ക് തുടങ്ങിയ രേഖകൾ കൃത്യമായിട്ട് ആരുടെ കൈവശമായിരിക്കണം? സബ് എഞ്ചിനീയറുടെ കൈവശമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. മേലധികാരികൾക്ക് ആവശ്യമായ റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് എന്ത് ചെയ്യുകയും വേണം? സമർപ്പിക്കുകയും വേണം. കണ്ടോ, അപ്പോൾ ഈ രജിസ്റ്റർ എല്ലാം, ട്രാൻസ്ഫോമർ തകരാർ രജിസ്റ്റർ, അതുപോലെ തന്നെ ഔട്ടേജ് രജിസ്റ്റർ, മെയിൻ്റനൻസ് രജിസ്റ്റർ, ലോഗ് ബുക്ക് തുടങ്ങിയ രേഖകളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? സൂക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സബ് എഞ്ചിനീയറുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഈ ഹയർ അതോറിറ്റീസിന് കൃത്യമായിട്ട് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുകയും വേണം? സമർപ്പിക്കുകയും വേണം. റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുകയും വേണം? സമർപ്പിക്കുകയും വേണം. ഇതെല്ലാം സബ് എഞ്ചിനീയറിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. അടുത്താണ് സബ്സ്റ്റേഷൻ ചുമതലകൾ. കണ്ടോ, ഇപ്പം സബ് എഞ്ചിനീയർ കൃത്യമായിട്ട് ഒരു സബ്സ്റ്റേഷനിൽ നിയമിതനായി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. ഫീഡറുകൾ, സർക്യൂട്ട് ബ്രേക്കറുകൾ, ഐസൊലേറ്ററുകൾ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമറുകൾ എന്നിവയുടെ പ്രവർത്തനം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സബ് എഞ്ചിനീയറുടെ ഉത്തരവാദിത്തമാണ്. ഷട്ട് ഡൗൺ നടപടികളും മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളും ഏകോപിക്കുക എന്നുള്ളതും സബ് എഞ്ചിനീയറുടെ മറ്റൊരു ഡ്യൂട്ടിയാണ്. കൃത്യമായിട്ട് ഷട്ട് ഡൗൺ നടപടികൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? ഏകോപിപ്പിക്കണം. ഇതെല്ലാം മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ആരാണ്? സബ് എഞ്ചിനീയറാണ്. സബ് എഞ്ചിനീയറാണ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇപ്പോൾ അതാണ്ട് മാസ്റ്റർ കീ അക്കാഡമിയിൽ KSEB ഇലക്ട്രിക്കൽ അല്ലെ സബ് എഞ്ചിനീയറുടെ പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് ഈ ഓഗസ്റ്റ് 30 ഞായറാഴ്ച ഒരു ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ ജോലി എത്ര നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നാണ്, അതുപോലെ തന്നെ എത്ര വേക്കൻസി കാണും, അതിൻ്റെ അകത്തെ ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നമ്മൾ കമൻറ്റിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഓഗസ്റ്റ് 30 നമ്മുടെ ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ബൈ.